ഞാനിന്ന് എത്തിയിരിക്കുന്നത് ഷെഫ്ലെ കുക്ക്വെയർസിന്റെ കിച്ചണിലാണ്. ഈ കുക്ക്വെയർസിൽ തന്നെ ട്രൈപ്ലേ കുക്ക്വെയറിനെ കുറിച്ച് ഒരുപാട് സംശയങ്ങൾ എനിക്കും നിങ്ങൾക്കും ഉണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ഓണറായ ഐസക് പോളിനോട് ഇതിനെക്കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കാം. ലൈജു, വെൽക്കം ടു ദി കിച്ചൺ. ട്രൈപ്ലേ കുക്കറിനെ പറ്റിയുള്ള എല്ലാ സംശയങ്ങളും നമുക്കിന്ന് ഡിസ്കസ് ചെയ്ത് ക്ലിയർ ചെയ്യാം. എൻ്റെ ഭാര്യ കുറച്ച് നാളായിട്ട് ട്രൈപ്ലേ കുക്കർ വേണമെന്ന് പറയുന്നുണ്ട്. ഞാനത് ഓൺലൈനിൽ ചെക്ക് ചെയ്തു. പക്ഷെ അത് ചെക്ക് ചെയ്തപ്പോഴത്തേക്കും സാധാരണ സ്റ്റീൽ പാത്രം മാതിരി തന്നെ എങ്കിൽ കുറച്ച് എക്സ്പെൻസീവാണ്. അതെന്തുകൊണ്ടാണ്? ട്രൈപ്ലേ എന്ന് പറഞ്ഞാൽ ബേസിക്കലി 3 ലെയർ എന്നേ അർത്ഥമുള്ളൂ. 2 സ്റ്റീൽ ലെയറിന് നടുവിൽ ഒരു അലൂമിനിയം ലെയർ വന്നിട്ട് ഒരു ട്രൈപ്ലേ പാനൽ ഉണ്ടാക്കുന്നു. എന്നിട്ട് ആ പാനൽ വെച്ചുണ്ടാക്കുന്നതിനാണ് കുക്കർ ഉണ്ടാക്കുന്നതിനാണ് ട്രൈപ്ലേ കുക്കർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 ലെയർ ഷീറ്റ് വെച്ചിട്ട് പ്രസ് ചെയ്ത് പാത്രത്തിൻ്റെ ഷേപ്പാക്കി എടുക്കുന്നതിനാണോ ഈ ട്രൈപ്ലേ കുക്ക്വെയർ എന്ന് പറയുന്നത്? അല്ല, ഈ സാൻഡ്വിച്ച് പാനലുണ്ട് ട്രൈപ്ലേ പാനൽ ഉണ്ടാക്കുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ 2 ലെയർ സ്റ്റീലിൻ്റെ നടുവിൽ ഒരു അലൂമിനിയം ലെയർ വെച്ചിട്ട് ഹൈ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ കൊടുത്തിട്ട് ഇതിന് ബോണ്ട് ചെയ്യിപ്പിക്കും. എന്നിട്ട് നമുക്ക് വേണ്ട കുക്ക്വെയറിൻ്റെ മോൾഡിൽ വെച്ചിട്ട് അതിന് ഷേപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരിക്കലും പൊളിഞ്ഞു പോകത്തില്ല അല്ലേ? ഇല്ല, ഇത് അത്രയ്ക്ക് സ്ട്രോങ് ബോണ്ടിങ് ആണ്. എത്ര ടെമ്പറേച്ചറിലും എത്ര ഇമ്പാക്റ്റിലും ഇത് പൊളിഞ്ഞു പോകാത്ത തരത്തിലുള്ള ബോണ്ടിങ് ആണ്. എന്തിനാണ് ഇങ്ങനെ ഈ 3 ലെയറായിട്ട് ഇതിന് കൊടുത്തിരിക്കുന്നത്? സിംഗിൾ ലെയർ ഷീറ്റിൽ കൊടുത്താൽ പോരെ? പോരാ. അത് അവിടെയാണ് നമ്മൾ ഇതിൻ്റെ സാങ്കേതികതയെ പറ്റി അറിഞ്ഞിരിക്കുന്നത്. ഒരു ട്രൈപ്ലൈ പാനലിന് 2.5 mm തിക്നെസ് ആണുള്ളത്. നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങുന്ന സ്റ്റീൽ പാത്രങ്ങൾക്ക് 0.5 mm തിക്നെസ് ആണ് ഉള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഈ സ്റ്റീൽ പാത്രത്തിൽ എന്ത് കുക്ക് ചെയ്താലും അത് പെട്ടെന്ന് കരിഞ്ഞു പിടിക്കുകയും അടുക്കി പിടിക്കുകയൊക്കെ ചെയ്യുന്നത്. ഓ, അതുകൊണ്ടാണല്ലോ നടുക്ക് അലുമിനിയം ലെയർ കൊടുത്തിരിക്കുന്നത്. അതെ. എന്നാൽ അത് മാത്രമല്ല അലൂമിനിയം ലെയർ കൊണ്ടുള്ള ഉദ്ദേശം. അലൂമിനിയം ചൂട് എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ സ്പ്രെഡ് ചെയ്യുന്നു. അങ്ങനെ സ്പ്രെഡായ ചൂടാണ് ഉള്ളിലത്തെ സ്റ്റീൽ ലെയറിലേക്ക് എത്തുന്നത്. അപ്പോൾ നമുക്ക് പാത്രത്തിൻ്റെ അകത്ത് എല്ലായിടത്തും ഒരേപോലത്തെ ചൂട് കിട്ടും. ഗ്യാസിന്റെ ഈ ഫ്ലെയിം അടിക്കുന്ന സ്ഥലത്ത് അപ്പോൾ ചൂട് കാരണം കരിഞ്ഞു പോകാൻ ചാൻസ് ഒന്നുമില്ല അല്ലേ? ഒരിക്കലുമില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ പിന്നെ കട്ടിയുള്ള അലുമിനിയം ഷീറ്റ് ചെയ്താൽ പോരെ? ഭാരവും കുറയും, ചൂടും ഒരുപോലെ കിട്ടൂലേ? പോരാ. അവിടെയാണ് നമ്മൾ ഇതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സിനെ കുറിച്ച് ചർച്ച ചെയ്യേണ്ടത്. അലൂമിനിയം ഒരു സോഫ്റ്റ് മെറ്റലാണ്. അപ്പോൾ നമ്മൾ ഒരു മെറ്റൽ സ്പൂൺ ഉപയോഗിച്ച് ഇതിൽ ഇളക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് സ്ക്രാച്ച് ആയിട്ട് അതിന് ചെറിയ മൈന്യൂട്ട് പാർട്ടിക്കിൾസ് നമ്മുടെ ഭക്ഷണത്തിൽ കലരാൻ സാധ്യതയുണ്ട്. മാത്രമല്ല, ഇനി അലൂമിനിയത്തിൻ്റെ പുറത്ത് കോട്ടിംഗ് ഉള്ള ലൈക്ക് നോൺ സ്റ്റിക്ക് പോലത്തെ എന്തെങ്കിലും പാത്രങ്ങളാണെങ്കിൽ തന്നെ ഈ നോൺ സ്റ്റിക്കിൻ്റെ പുറത്ത് വീഴുന്ന ഓരോ സ്ക്രാച്ചും ആയിരക്കണക്കിന് മൈക്രോ പ്ലാസ്റ്റിക്സ് ആണ് നമ്മുടെ ഭക്ഷണത്തിലേക്ക് റിലീസ് ചെയ്യുന്നത്. ഇത് ക്യാൻസർ പോലുള്ള പല അസുഖങ്ങൾക്കും കാരണമാകുന്ന ഒന്നാണ്. നമ്മളെല്ലായിടത്തും കാണുന്നത് 2 തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്, ആരോഗ്യകരമാണെന്നും അല്ല എന്നും. പക്ഷേ അതിപ്പോഴും ചർച്ചാ വിഷയം തന്നെയാണ്. അസിഡിക് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ അലൂമിനിയം പാത്രത്തിൽ കുക്ക് ചെയ്യുമ്പോൾ അത് അലൂമിനിയമായിട്ട് റിയാക്ട് ചെയ്തിട്ട് പലതരത്തിലുള്ള ടോക്സിക് കെമിക്കൽസും ഉണ്ടാകുന്നുണ്ട്. ഓ, സ്റ്റീലിന് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല അല്ലേ? ഇല്ല. നമ്മൾ ട്രൈപ്ലേ പാത്രങ്ങളുടെ അകത്ത് വരുന്നത് സർജിക്കൽ ഗ്രേഡ് സ്റ്റീലാണ്. ഇതൊരു നോൺ റിയാക്റ്റീവ് മെറ്റലാണ്. മാത്രമല്ല വളരെ സ്ട്രോങ്ങുമാണ്. നമ്മൾ എന്ത് തരത്തിലുള്ള സ്പൂൺസ് ഉപയോഗിച്ച് സ്ക്രാച്ച് ചെയ്താലും ഇതിൽ സ്ക്രാച്ച് വീഴുകയോ അല്ലെങ്കിൽ ആ മെറ്റൽ പാർട്ടിക്കിൾസ് നമ്മുടെ ഭക്ഷണത്തിൽ കലരാനോ സാധ്യതയില്ല. ഇപ്പോൾ ട്രൈപ്ലേ കുക്കർ എന്താണെന്നൊരു ബേസിക് ഐഡിയ കിട്ടി. ഇനിയുള്ള സംശയം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അധികം ആളുകളും യൂസ് ചെയ്യുന്ന ഇൻഡക്ഷൻ കുക്കർ ആണല്ലോ. ഈ ഇൻഡക്ഷൻ കുക്ക് ടോപ്പിൽ ട്രൈപ്ലേ കുക്കർ ഉപയോഗിക്കാൻ പറ്റുമോ? സാധാരണ കാണുന്ന ഇൻഡക്ഷൻ കുക്കറിൻ്റെ അടിയിൽ കാണുന്ന സ്റ്റീലിൻ്റെ പ്ലേറ്റ് ഇതിൻ്റെ അടിയിൽ കാണുന്നില്ലല്ലോ. നമുക്ക് ട്രൈപ്ലേ പാത്രങ്ങൾക്ക് ഇൻഡക്ഷൻ അഡീഷണൽ പ്ലേറ്റിൻ്റെ ആവശ്യം വരുന്നില്ല. കാരണം ട്രൈപ്ലേ പാത്രങ്ങളുടെ ഔട്ടർ ബോഡി നിർമ്മിച്ചിരിക്കുന്നത് മാഗ്നറ്റിക് സ്റ്റീൽ കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പാത്രത്തിൻ്റെ അടിഭാഗം മുഴുവനായിട്ടും ഒരു ഇൻഡക്ഷൻ ബേസ് ആയിട്ട് തന്നെ പ്രവർത്തിക്കും. അപ്പോൾ ഇത് ഗ്യാസ്, ഇൻഡക്ഷൻ എല്ലാ ടൈപ്പ് കുക്കിങ്ങിനും അനുയോജ്യമാണല്ലേ? അതെ. എല്ലാ തരത്തിലുള്ള മോഡേൺ കുക്ക് ടോപ്സിലും ഉപയോഗിക്കാൻ പാകത്തിനാണ് ഹൈലി കോമ്പാറ്റബിൾ ആയിട്ടുള്ള നമ്മുടെ ഷെഫ്ലെ കുക്കേഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി എനിക്കുള്ള സംശയം, ഇത് സാധാരണ പാത്രങ്ങളെക്കാളും വില കുറച്ച് കൂടുതലാണ്. അതെന്തുകൊണ്ടാണ്? അതെ, സാധാരണ സ്റ്റീൽ അലൂമിനിയം പാത്രങ്ങൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് വില കൂടുതലാണ് ട്രൈപ്ലേ പാത്രങ്ങൾക്ക്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ടെക്നിക്കാലിറ്റി തന്നെയാണ്. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ നമ്മുടെ ട്രൈപ്ലേയുടെ അകത്ത് വരുന്നത് സർജിക്കൽ ഗ്രേഡ് സ്റ്റീൽ ലെയറാണ്. പുറത്ത് വരുന്നത് മാഗ്നറ്റിക് സ്റ്റീലാണ്. ഇൻഡക്ഷൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള മാഗ്നറ്റിക് സ്റ്റീലാണ്. ഇതിനകത്ത് വളരെ പ്രധാനം ഇതിൻ്റെ ഈ സാൻഡ്വിച്ച് പാനൽ മേക്കിംഗ് പ്രോസസ്സ് കുറച്ച് എക്സ്പെൻസീവാണ്. 2 സ്റ്റീൽ ലെയറിന് നടുക്ക് ഒരു അലൂമിനിയം ലെയർ വെച്ചിട്ട് ബൈൻഡ് ചെയ്തെടുക്കുന്ന പ്രോസസ്സ് ഉണ്ടല്ലോ,
അത് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഇൻറ്റൻസ് ആയിട്ടുള്ള പ്രോസസ്സാണ്. പിന്നെ നമുക്ക് കണ്ടറിയാം നമ്മുടെ പാത്രങ്ങൾക്കൊക്കെ വരുന്നത് സോളിഡ് സ്റ്റീൽ ഹാൻഡിൽസാണ്. ഇപ്പോൾ നമ്മൾ സാധാരണ ഏതെങ്കിലും ഒരു പാത്രം അലൂമിനിയം അല്ലെങ്കിൽ സ്റ്റീൽ സാധാരണ കുക്ക്വെയർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാം അതിൽ 2 to 3 mm മാക്സിമം 4 mm വരെയുള്ള അലൂമിനിയം റിവറ്റിംഗ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ട്രൈപ്ലൈയിൽ വരുമ്പോൾ അത് 6 mm GI റിവറ്റിംഗ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതാണ് ഷെഫ്ലെ പാത്രങ്ങൾ അല്ലെങ്കിൽ നോർമൽ ട്രൈപ്ലൈ പാത്രങ്ങൾ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ട് തോന്നുന്നത്. അപ്പോൾ ഇതിൻ്റെ ഹാൻഡിൽ ഒരിക്കലും ഇളകി പോകുന്നുള്ള പേടി വേണ്ട അല്ലേ? ഒരിക്കലും ഇളകി പോകില്ല. കാരണം 6 mm GI റിവറ്റിംഗ് ആണ്. മാത്രമല്ല അത് ഹൈഡ്രോളിക് പഞ്ച് വെച്ചിട്ടാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മെറ്റൽ ഹാൻഡിലാകുമ്പോൾ ഇത് ചൂടാകത്തില്ലേ? ഇത് ട്രൈപ്ലൈ 2.5 mm തിക്നെസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ചൂട് സ്പ്രെഡായി മുകൾ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും സാധാരണ ഗതിയിൽ വളരെ ചൂട് കുറവായിരിക്കും. നമുക്ക് ബെയർ ഹാൻഡ് വെച്ചിട്ട് തന്നെ ഹാൻഡിൽ പിടിക്കാൻ പാകത്തിനുള്ള ചൂടേ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ എന്തൊക്കെ തരം പാചകങ്ങൾക്കാണ് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുന്നത്? അതുപോലെ തന്നെ ഇത് ഷെഫ്ലയിൽ എന്തൊക്കെ തരം പാത്രങ്ങളാണ് അവൈലബിൾ ആയിട്ടുള്ളത്? ട്രൈപ്ലൈ കുക്ക്വെയറിനെ ജനറലി പറയുന്നത് ദ മോസ്റ്റ് വേഴ്സിറ്റൈൽ കുക്ക്വെയർ എന്നാണ് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് തരം പാചകങ്ങൾക്കും ഇത് ഉപയോഗിക്കാം. എത്ര അസിഡിക് ആയിട്ടുള്ള ഭക്ഷണമാണെങ്കിലും ഇതിൽ കുക്ക് ചെയ്യാൻ പറ്റും. എന്ത് തരത്തിലുള്ള സ്പൂണും ഇതിൽ ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ അടുത്തുള്ള മോഡൽസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബേസിക്കലി സോസ് പോട്ട്, നമ്മുടെ ചെരുവം എന്ന് പറയുന്ന മോഡൽ, കടായി, നമ്മുടെ ചീനച്ചട്ടി, പിന്നെ ഉള്ളത് ഫ്രൈയിങ് പാൻ, തവ, ഇത്രയും മോഡൽസാണ് നമുക്കുള്ളത്. ഇതിൽ തന്നെ പല സൈസുകളും അവൈലബിൾ ആണ്. പിന്നെ നമ്മുടെ ഫാസ്റ്റ് മൂവിങ് ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ സോസ് പോട്ടാണ്. കൂടുതൽ ആളുകളും അത് ബിരിയാണിക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ദം ബിരിയാണി ഉണ്ടാക്കി വളരെ പോസിറ്റീവ് ഫീഡ്ബാക്കാണ് എല്ലായിടത്തും വരുന്നത്. ഒരിക്കലും കരിഞ്ഞു പിടിക്കുന്നില്ല, അടുക്കി പിടിക്കുന്നില്ല തുടങ്ങിയ ഒരുപാട് പോസിറ്റീവ് ഫീഡ്ബാക്സ് നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ദൈനംദിന ഉപയോഗത്തിന് ട്രൈപ്ലൈ ഉപയോഗിക്കുമ്പോൾ എന്തെങ്കിലും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ടോ? ട്രൈപ്ലൈ നമുക്ക് വളരെ കെയർലെസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. നമുക്ക് നോൺ സ്റ്റിക്ക് പോലെ സ്ക്രാച്ച് വീഴുമെന്നോ അല്ലെങ്കിൽ ഇളകി പോകുമെന്നോ അത്തരത്തിലുള്ള യാതൊരു കൺഫ്യൂഷൻസും ഇല്ലാതെ നമുക്ക് കൂളായിട്ട് ഫ്രീ ആയിട്ട് എന്ത് തരത്തിലുള്ള ഭക്ഷണവും പാകം ചെയ്യാൻ പറ്റും, എന്ത് തരത്തിലുള്ള സ്പൂൺ ഉപയോഗിക്കാൻ പറ്റും. ഈവൻ എന്തെങ്കിലും കരിഞ്ഞ് പിടിച്ചാൽ തന്നെ അത് ക്ലീൻ ചെയ്യാനും വളരെ എളുപ്പമാണ്. നമുക്കൊരു സ്റ്റീൽ റോൾ വെച്ചിട്ട് അത് ഈസി ആയിട്ട് ക്ലീൻ ചെയ്ത് കളയാവുന്നതാണ്. നമുക്ക് യാതൊരു വറിയും കൂടാതെ റഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കുക്ക്വെയറാണ് ഷെഫ്ലെ ട്രൈപ്ലൈ കുക്ക്വെയർ. ഇനി നമ്മൾ ട്രൈപ്ലൈ കുക്ക്വെയർ തിരഞ്ഞെടുക്കുമ്പോൾ അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ട്രൈപ്ലൈ കുക്കർ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് ആ ട്രൈപ്ലൈ കുക്കർ വാങ്ങുന്നതുകൊണ്ടുള്ള പർപ്പസ് മീറ്റ് ആവില്ല. നമ്മൾ ആദ്യം നോക്കേണ്ടത് അതിൻ്റെ തിക്നെസ് തന്നെയാണ്. ഇന്ന് മാർക്കറ്റിൽ 2 mm മുതൽ തിക്നെസ് ഉള്ള ട്രൈപ്ലൈ കുക്കർ അവൈലബിൾ ആണ്. എന്നാൽ ഷെഫ്ലെ ട്രൈപ്ലൈ കുക്കർ എല്ലാം 2.5 mm തിക്നെസ് ആണ്. ഈ തിക്നെസ് ഉണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പർപ്പസ് ഞാൻ ഇത്ര നേരം പറഞ്ഞ ഇതിൻ്റെ കരിഞ്ഞു പിടിക്കാതിരിക്കുക, ഈവൻ ഹീറ്റ് സ്പ്രെഡിങ്, ഡ്യൂറബിലിറ്റി, ഇതൊക്കെ ഒരു 2.5 mm തിക്നെസ് എങ്കിലും മിനിമം ഉണ്ടെങ്കിൽ അത് സാധ്യമാകത്തുള്ളൂ. രണ്ടാമത് നമ്മൾ നോക്കേണ്ടത് ഇതിൻ്റെ റിവറ്റിംഗ് ആണ്, ഹാൻഡിൽ റിവറ്റിംഗ്. അതൊരു മസ്റ്റായിട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ട സാധനമാണ്. കാരണം നോർമൽ സ്റ്റീൽ പാത്രങ്ങളെക്കാളും അലൂമിനിയം പാത്രങ്ങളെക്കാളും കുറച്ച് ഭാരമുണ്ട് ട്രൈപ്ലൈ കുക്കറിന്. അപ്പോൾ ഈ 6 mm GI റിവറ്റിംഗ് തന്നെ ഇല്ലെങ്കിൽ ഇത് ഭാവിയിൽ ഇളകിപ്പോകാൻ സാധിക്കും. സാധാരണ നമ്മൾ വീട്ടിലൊക്കെ നമ്മുടെ അടുക്കളയിലൊക്കെ ഏറ്റവും കൂടുതൽ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചാൾ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ഹാൻഡിൽ ഇളകി വേറെ പോകും. അപ്പോൾ ഈ 6 mm GI റിവറ്റിംഗ് ഉള്ള ഹാൻഡിൽ ആയതുകൊണ്ട് തന്നെ ഇത് ലൈഫ് ടൈം ഇത് ഇളകി പോകില്ല എന്നുള്ളൊരു ഗ്യാരണ്ടി നമുക്ക് പറയാൻ പറ്റും. ഇത് സാധാരണ പാത്രത്തിനേക്കാൾ കുറച്ച് വെയിറ്റ് കൂടുതലാണ്. ഇത് ഡെയിലി കൈകാര്യം ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാവില്ല? നമ്മളിത് പിടിച്ചു നോക്കുമ്പോൾ കുറച്ച് ഭാരം കൂടുതലുണ്ട്. ഇത് നോർമലി കുറച്ച് ഭാരം കൂടിയ കുക്ക്വെയർ ആണ്. പക്ഷെ നമ്മളത് കുക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൻ്റെ കൺവീനിയൻസ് മനസ്സിലാവുക. നമ്മളിപ്പോൾ അടുക്കളയിൽ കുക്ക് ചെയ്യുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ സ്റ്റൗവിൽ ചെന്തെങ്കിലും ഇളക്കുമ്പോൾ അത് തെന്നി മാറുന്നു, തെന്നി താഴെ വീഴുന്നു. അപ്പോൾ പാത്രത്തിന് സ്റ്റെബിലിറ്റി കിട്ടുന്നില്ല സ്റ്റൗവിൻ്റെ മേളിൽ. പക്ഷെ ട്രൈപ്ലൈക്ക് ഓൾറെഡി ഒരു ബോഡിക്ക് ഒരു വെയിറ്റ് ഉള്ളതുകൊണ്ട് നമ്മൾക്ക് വളരെ ചെറിയ ബലത്തിൽ നമ്മൾ ഹാൻഡിൽ പിടിച്ചിട്ട് നമുക്ക് എത്ര കട്ടിയുള്ള ഭക്ഷണം ഇതിൻ്റെ അകത്ത് ഇളക്കാൻ പറ്റും, ഇളക്കി കുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. സാധാരണ വെസൽസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ട്രൈപ്ലൈ കുക്ക്വെയർ ക്ലീൻ ചെയ്യാൻ എന്തെങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കണോ? കുക്കിംഗ് കഴിഞ്ഞിട്ട് ക്ലീനിങ് വളരെ എളുപ്പമാണ്. ഈസി ആയിട്ട് നമുക്ക് എന്തെങ്കിലും സ്റ്റീൽ സ്ക്രബ്ബറോ അല്ലെങ്കിൽ സാധാ സ്ക്രബ്ബറോ വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാനും സാധിക്കും. അപ്പോൾ ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളതിൽ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ട്രൈപ്ലൈ കുക്ക്വെയർ ആണല്ലേ? അതെ, ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള കുക്കർ ഓപ്ഷൻസിൽ ഏറ്റവും ബെറ്റർ ട്രൈപ്ലൈ കുക്കറാണ്. അതിൽ തന്നെ ഷെഫ്ലെ ട്രൈപ്ലൈ കുക്കർ സ്ട്രോങ് ആണ്, ഡ്യൂറബിൾ ആണ്,
നമുക്ക് എന്ത് തരത്തിലുള്ള കുക്കിംഗ് പർപ്പസിനും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഷെഫ്ലെ ട്രൈപ്ലൈ കുക്കർ ഒരു ലൈഫ് ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ട്രൈപ്ലൈനെ കുറിച്ച് ഒരു ബേസിക് ഐഡിയ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് മേടിക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ എവിടെയാണ് മേടിക്കാൻ പറ്റുന്നത്? ഷെഫ്ലെ കുക്കർ ആമസോണിൽ അവൈലബിൾ ആണ്, മാത്രമല്ല നമ്മുടെ സൈറ്റിലും അവൈലബിൾ ആണ്. ലിങ്ക് താഴെ കൊടുക്കാം. അപ്പോൾ വാങ്ങി ഉപയോഗിക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക.